അമ്മയുടെ സ്ഥലം ഏതാ? സ്ഥലം പ്രപഞ്ചമേ തറവാട്. ഞാൻ ജോലി ചെയ്ത് എറണാകുളത്ത് ആശുപത്രിയിൽ നേഴ്സായിട്ട് ലാസ്റ്റ് വർക്ക് ചെയ്തു. പിന്നെ ഒരു അർദ്ധരാത്രി എനിക്ക് ദൈവദർശനം വന്നപ്പോൾ ആശുപത്രി ജോലിക്ക് സ്വയം വിരക്തിയായി. മറ്റേ വീടുകളിലൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയിരുന്നു. പിന്നെ സിറിഞ്ചൊന്നും തൊടാതെയായി. പിന്നെ ആശുപത്രിയിൽ ജോലിക്ക് പോകാതെയായി. ഇപ്പം ചികിത്സിച്ചിട്ട് മാറാത്ത രോഗങ്ങൾ ദിവ്യ ചികിത്സയിലൂടെ മാറ്റിക്കൊടുക്കും. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് രമ എന്ന് പറയുന്ന ഒരു രോഗിയെ ഡിസ്ചാർജ് ചെയ്ത് രമയുടെ അമ്മേനോട് ഡോക്ടർ പറഞ്ഞ് രമ ഈ ജന്മം നടക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ രമനോട് പറഞ്ഞ് രമക്ക് നടക്കാൻ പറ്റുമെന്നും പറഞ്ഞ് പ്രസാദം കൊടുത്ത് രമ നടക്കാൻ തുടങ്ങി. പിന്നെ ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കുട്ടിയും പോളിയോ ബാധിച്ച് നടക്കാൻ തുടങ്ങി. இப்படி நிறைய பேர் எத்தனை பேர்த்து இப்படி குணமாக்கி இருக்கீங்கம்மா? കുറെ അനേകം പേര്, എണ്ണമില്ലാത്തത്രയും പേര് രോഗം മാറ്റിയിട്ടുണ്ട്. കൊല്ലത്ത് വിഷ്ണു എന്ന് പറഞ്ഞൊരു കുട്ടി നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വന്നത് എനിക്ക്. சரிங்க.